ഓം നമ ശിവായ. അപ്പോൾ നമ്മൾ നേരത്തെ ഈ മനസ്സിന്റെ തലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. മനസ്സിനെ കുറിച്ച് വലുതായിട്ട് പറഞ്ഞില്ല. മനസ്സിനെ നിരാകരിക്കണം എന്നുള്ളൊരു ധാരണയിലാണ് വന്നത്. അപ്പോൾ അതിന്റെ മറ്റൊരു കാഴ്ചപ്പാടായിട്ട് പറയുന്നത്, ഇപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ആരോ ഒരാൾ കാണുന്ന ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ അതൊരു മനസ്സിന്റെ ഒരു ക്രിയേഷനാണ്. അപ്പം കഠോപനിഷത്തിലൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഒരു വിഭ്രാന്തിയാണ്, അല്ലെങ്കിൽ മനോകൽപ്പിതമാണ് ഈ പ്രപഞ്ചം. ഓരോരുത്തരും അവരവരുടേതായ പ്രപഞ്ചങ്ങൾ സ്വയം സൃഷ്ടിച്ചുകൊണ്ട് വരുന്നു, വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും, പിന്നെ അതുപോലെ തന്നെ മോഡേൺ കാഴ്ചപ്പാടിൽ വരുമ്പോഴത്തേക്ക് മനസ്സിനെ നമ്മൾ അൺകോൺഷ്യസ് എന്നും പ്രീ കോൺഷ്യസ് എന്നും സബ് കോൺഷ്യസ് എന്നും, പിന്നെ അത് കഴിഞ്ഞിട്ട് സബ്ലിമിനൽ എന്നും, പിന്നെന്താണ് സുപ്രാ ലിമിനൽ എന്നും, കോൺഷ്യസ് എന്നും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ തരങ്ങളും ഒക്കെ തിരിക്കുന്നുണ്ട്. പക്ഷേ അവർ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്, ദ മൈൻഡ് ഈസ് ഹൈലി പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് മൈൻഡ് അത്രയും ഓൾഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ മൈൻഡിനെ അല്ല, സോക്കോൾഡ് നമ്മുടെ സ്കോളേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, നമ്മുടെ അക്കാഡമിക്സ് തലങ്ങളിൽ അത് പറയുന്നു. അപ്പോൾ മൈൻഡിനെ നിരാകരിച്ചുകൊണ്ടൊരു യാത്ര നമുക്ക് സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങ് പറഞ്ഞു, ഇന്നർ ജേണി എന്ന് പറയുന്നത് മൈൻഡിനെ നിരാകരിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ അതിനെ കീഴടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ അറിയുമ്പോഴാണ് അതിൻ്റെ അകത്തേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത്. ഗുഹയ്ക്കകത്ത് ഒരു ഘടദീപം പോലെ, അല്ലെ, കുടത്തിലെ ദീപം പോലെ എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ ഇനി എത്ര സംസാരിച്ചാലും വാക്കുകൾക്ക് വഴങ്ങാത്തതാണ് നമ്മുടെ മനസ്സ്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ എന്തിനാണ് ഈ വൃഥാ വ്യായാമം? അല്ല, എന്നാലും നമ്മൾ അറിയണമല്ലോ അത് എന്താണ് സാധനം എന്നുള്ള. കീടകം പറഞ്ഞപ്പോൾ മല ഏതാണെന്ന് നമ്മളൊന്ന് ഒരു ധാരണ ഉണ്ടായിരിക്കണമല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഈ ഒരു കഥ എപ്പോഴും ഓർമ്മിക്കാം. നമ്മുടെ ഒരു കർഷകനല്ല, ഒരു വ്യാപാരി, കച്ചവടക്കാരൻ. അയാൾക്ക് 55 വയസ്സായി, റിട്ടയർമെന്റ് പ്രായമായി. അപ്പോൾ പുള്ളി പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. കാരണം BP ഒക്കെ ഹൈ ആയി, ഷുഗറൊക്കെ കൂടി. അപ്പോൾ മനസ്സിലായി സംഭവം ഇനി പ്രശ്നത്തിലേക്കാണ് പോണത്. എന്തിനിടെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്ന ചിന്ത അവന് വന്നു. അപ്പോൾ അവൻ പതുക്കെ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പൂപ്പന്മാർ പറഞ്ഞൊക്കെ കേട്ടപ്പോൾ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ 4 എണ്ണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഇതൊക്കെ പ്രമിറ്റീവാണ്, ഇതൊക്കെ കാര്യമൊന്നുമില്ല, അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞ് വാചടിച്ച് നടന്നത്. മസിൽ തളർന്നു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഈ അപ്പൂപ്പന്മാർ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ടാകും. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ആൾ പറഞ്ഞ്, ഓ, ഞാൻ ഉണ്ടായത് കടലിൽ നിന്നാണെന്ന് പറയുന്നു. കാരണം ഈ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്ന ഉപ്പിലെ കൊണ്ടാണ്. ഈ സമൂഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ഉപ്പ് വെച്ചുണ്ടാക്കിയ ഒരു സമൂഹത്തെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ ഉപ്പിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വലിയ സമൂഹം, അതിൽ ഉപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യൻ 55 വയസ്സായി, റിട്ടയർ ആവാറായി. അപ്പൊ കടയൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണം. കാരണം എന്നും കടയിൽ പോയി ഇരിക്കാൻ വയ്യ, നടുവേദന, പിന്നെ കിടന്ന ഉറക്കം വരുന്നില്ല, ഉറക്കക്കുറവ്, പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് പഴയ കാര്യമൊക്കെ ചിന്തിച്ചപ്പോൾ അപ്പൂപ്പന്മാർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കടലിൽ നിന്ന് ഉണ്ടായതാണ്, എന്റെ ഉണ്മ കടലാണ്. ഇതിൽ വല്ല കാര്യമുണ്ടായി? മനുഷ്യൻ കടൽ കണ്ടിട്ടില്ല. കാരണം എന്നും കടയും കച്ചവടവും സത്യാഗ്രഹമായിട്ടൊക്കെ ഇരുന്ന്. അപ്പോൾ കടലിൽ നിന്നുണ്ടായെന്ന് പറയുന്നു. എന്നാൽ പിന്നെ എന്തായാലും ഈ ശരീരം വീഴും, എന്നാൽ ഈ പുല്ലൊന്ന് പോയി കണ്ടുകളെ. അങ്ങനെ പാണ്ഡം മുറുക്കിയിട്ട് മോനെ വിളിച്ചു പറഞ്ഞു, എടാ, ഞാൻ ഒരു തീർത്ഥയാത്ര പോവുകയാണ്, എന്റെ സത്യം അന്വേഷിച്ച്, നീ കടയൊക്കെ നോക്കി നടത്തു മക്കളെ. അങ്ങനെ പാണ്ഡവും മുറുക്കി ആളെ യാത്രയായി. കുറേ നടന്ന് അലഞ്ഞ് വന്ന് കടൽപ്പുറത്തെത്തി. അപ്പോൾ നോക്കിയപ്പോ ഇങ്ങനെ ആനന്ദമായ കടൽ. ഭാവോ, അപ്പൂപ്പന്മാര് പറഞ്ഞത് ശരിയാണ്. എപ്പോ ഇരുന്ന കട എന്ന ആ ഒരു വട്ടത്തുനിന്ന് ഇറങ്ങി അനന്തതയെ അന്വേഷിച്ച് പോയപ്പോ അനന്തത എന്തോ കണ്ടെത്തി. അപ്പൊ പറഞ്ഞു, കൊള്ളാലോ, അപ്പൊ അപ്പൂപ്പന്മാര് പറഞ്ഞ കാര്യമുണ്ട്. എന്നാ പിന്നെ ഈ സാധനത്തിന് എത്ര ആഴമുണ്ട്? അഹങ്കാരത്തോടുകൂടി ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായെന്ന് പറയണമല്ലോ. അങ്ങനെ ഉള്ള പാണ്ഡവും ഉപേക്ഷിച്ചു. എന്നിട്ട് ആള് കടലിലെടുത്തിയാൽ നീന്തുക, ആഴങ്ങളിലേക്ക് നീന്തി യവന്റെ ആഴം ഉറവിടം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് നീന്തി ചെന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയപ്പോൾ ശരീരം കുറഞ്ഞു വരുന്നു. അപ്പോൾ നീന്തൽ കുറച്ചുകൂടി എളുപ്പമായി. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാനുണ്ട്, ശരീരമില്ല. പിന്നെ അവിടെ എന്തുണ്ട്? കടലുണ്ട്. ഇത് ഓർക്കുകയും നിവർത്തിയോ? ഈ അഭ്യാസങ്ങളെല്ലാം പറയുന്നത് കടയും കടക്കാരനും, അതും കോഗ്നിറ്റീവ്, ട്രാൻസ്പേഴ്സണൽ, ട്രാൻസ്ജെൻഡൽ എന്നൊക്കെ പറയുന്നത് വെറുതെ വാചകമടി. കാരണം
ഇത്രയും വാചകങ്ങൾ പറഞ്ഞാൽ മുമ്പ് ഇരിക്കുന്നവനെ കൺവിൻസ് ആക്കാം. ഇതാണ് പൗരാണിക ഭാരതത്തിന്റെ ഭാഷ മൗനമായിരുന്നു. മൗനതയിൽ ഈ ആധുനിക ശാസ്ത്രവും പറയുന്ന ഒരു കാര്യമുണ്ട്, മൈൻഡ് ഈസ് കണ്ടേജിയസ്. അല്ലേ? ഇന്ന് ഈ ലോകത്ത് മുഴുവൻ അസ്വസ്ഥത എന്താ? എല്ലാവരും സംഘർഷഭരിതമായ ജീവിതം മനസ്സുമായിട്ട് നടക്കുക. ഞാൻ സംഘർഷഭരിതമാണ് എൻ്റെ ഉള്ളിൽ, താങ്കളും സംഘർഷഭരിതമാണ് വരുന്നത്. പക്ഷെ രണ്ടുപേരും ഒരു കോളിനോസ് ചിരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരും. അഭിനയം രണ്ടും അഭിനയിക്കുക, പക്ഷെ ഭാവം മാത്രമേ മാറുന്നുള്ളൂ, സത്യം മാറുന്നില്ല. രണ്ടിന്റെയും ഹൃദയവികാരങ്ങൾ തമ്മിൽ കൂത്തിക്കീറാൻ നിൽക്കുക. അത് പിടിച്ചടക്കാൻ ഞാനും ഇത് പിടിച്ചടക്കാൻ താങ്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് സംഘർഷം ഒഴിഞ്ഞ സമയമില്ല. പിന്നെ ചിരിക്കുന്ന മാസ്ക് വെച്ചിട്ട് വല്ല കാര്യമുണ്ട്. ഇങ്ങനെ മാസ്ക് വെച്ചതാണ് ഈ ഒരു പ്രശ്നം. അപ്പൊ മൈൻഡ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് തലയിൽ മാത്രമല്ല. ഈ ഇടയ്ക്കും ഞാനൊരു ടോക്ക് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയിലൊരു പ്രൊഫസർ എന്ന് പറഞ്ഞൊരു സ്ത്രീ മുമ്പ് വന്നിരുന്നു. അവർക്ക് ഹൃദയത്തിൽ മനസ്സുണ്ടോ? ഇതെങ്ങനെ? ഇത് ശാസ്ത്രീയമല്ല. എന്നിട്ട് പറയാം, ഞാൻ പറയൊരു കാര്യം ചെയ്യും, ഒന്നീ പോയി പഠി, ഇല്ലെന്ന് മിണ്ടായി എന്ന് പറയേണ്ടി വന്നു. കാരണം ഇത് പുസ്തകത്തിൽ എഴുതിയാലല്ലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിയന്ത്രിക്കാൻ കഴിയാത്ത ദുഃഖം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അതുപോലും ഓർമ്മയില്ല. എനിക്കൊരനുഭവം ഉണ്ടായിരുന്നു. അന്ന് ഇതെനിക്ക് തിരിച്ചറിയില്ല, ഇന്നെനിക്ക് തിരിച്ചറിയും. സത്യം പറഞ്ഞ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ, ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പ്രേമിക്കുന്നത്. കാരണം ഈ സ്കൂൾ വരെ പെൺപിള്ളേരെ നോക്കാൻ സമ്മതിക്കില്ല. മിക്സഡ് സ്കൂളിലാണെങ്കിലും ഇപ്പുറത്തെ ആണുങ്ങൾ ഇപ്പുറത്തെ പെണ്ണുങ്ങൾ പെൺപിള്ളേർ അങ്ങോട്ട് നോക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അന്ന് ചൂരലിന് അടി കിട്ടും. അപ്പോൾ ആ ഒരു പാരതന്ത്ര്യത്തിൽ നിന്ന്, അസ്വാതന്ത്ര്യത്തിൽ നിന്ന് പിന്നെ വരുന്ന എന്താണ്, കോളേജിൽ കയറുമ്പോൾ നോക്കാനും ആളില്ല, പറയാനും ആള്, സർവതന്ത്ര സ്വതന്ത്രം. അപ്പോഴാണ് ക്ലാസ്സിൽ വരുന്ന പിള്ളേരുടെ അടുത്തൊക്കെ പെൺപിള്ളേരുടെ അടുത്തൊക്കെ മിണ്ടാൻ തന്നെ ഒരു ധൈര്യം കിട്ടി. ആദ്യമായിട്ട് അന്ന് പ്രീ ഡിഗ്രിയാണ്, ഫസ്റ്റ് പ്രീ ഡിഗ്രിയാണ് ഒരാളിനെ പ്രേമിക്കുന്നത്. അവൾക്കറിയില്ലായിരുന്നു ഞാൻ എന്നെ പ്രേമിക്കുകയാണെന്ന്. പക്ഷേ ഇവൾ വരുന്ന ബസ് കാത്തു പോയി നിൽക്കും. ഇത് ഒരു ദിവസം കാത്തു നിന്നിട്ട് ഇവൾ ഇറങ്ങുന്നില്ല. അവസാന ആൾ ഇറങ്ങി വണ്ടി വിട്ട് പോയപ്പോഴത്തേക്കും നെഞ്ചിനകത്ത് ഇന്നും എനിക്കത് ഓർമ്മിക്കാൻ പറ്റും, ഒരു വലിയ ഭാരമിരിക്കുന്ന പോലെ. യഥാർത്ഥത്തിൽ എന്താണ്? ഇതാണ് മനസ്സിന് നിർവചിക്കാൻ കഴിയാത്ത ആ ഒരു ദുഃഖം. അന്നത്തെ പ്രായത്തിൽ അത് വൈകാരികമായൊരു സ്തംഭനം തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഈ ജീവിത സാഹചര്യങ്ങൾ, പല സാഹചര്യങ്ങൾ കൊണ്ട് മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്ക് ദേ ആർ വൾണറബിൾ ടു ഹാർട്ട് അറ്റാക്ക്. എന്തുകൊണ്ട്? പലരും എന്നോട് പറയുന്നുണ്ട്, ഗുരുജി നിവൃത്തിയില്ല, നെഞ്ചിനകത്തൊരു ഭാരമിരിക്കുന്ന പോലെ തോന്നുന്നു. ചിലപ്പോൾ ഒരു ഒറ്റ മകനോ മകളോ ഉള്ള ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ അതിനെ പെട്ടെന്ന് ക്യാൻസറായി എന്ന്, അല്ലെങ്കിൽ ക്യാൻസർ ഡിക്ലെയർ ചെയ്തു എന്ന് ഡോക്ടർ പറയുന്നത്, ഇനി രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഈ അമ്മയുടെ തലയിലായിരിക്കുമോ വേദന, ഹൃദയത്തിലായിരിക്കുമോ വേദന? ഹൃദയത്തിലാണല്ലോ നമ്മളിപ്പം പറയുന്നത്. ഇപ്പം മനസ്സ് തലയിൽ മാത്രമല്ല ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ദ പോയിന്റ്. അപ്പോൾ ഇപ്പോൾ മോഡേൺ സയൻസും തെളിയിക്കുന്നുണ്ട്. ദ മാഗ്നറ്റോമീറ്റർ വെച്ചിട്ട് ചിന്താ തരംഗങ്ങളെ അളക്കുമ്പോൾ തലച്ചോറിന്റെ വൈബ്രേഷൻ 2 ഇഞ്ച് അകലത്തില് പ്രകാശ രൂപത്തില് വൈബ്രേഷൻ അവർക്ക് അളക്കാൻ പറ്റുന്നുണ്ട്. ഹൃദയമോ 6 അടി അകലത്തിൽ കിട്ടുന്നുണ്ട്. അതായത് തലച്ചോറിന്റെ 60 ഇരട്ടി ശക്തമാണ് ഈ തരംഗങ്ങൾ ഹൃദയത്തിൽ. ബയോളജിക്കൽ ഹാർട്ട് ആയിരിക്കണമെന്നില്ലല്ലോ. അല്ല, ബയോളജിക്കൽ ഹാർട്ട് അല്ല, അതാണ് സൂക്ഷ്മ ശരീരം. കിർലിയൻ ക്യാമറ കണ്ടുപിടിക്കുന്ന ബയോളജിക്കൽ ഹാർട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇവരൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ ആളാ, സയന്റിസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. So they are completely like entrapped into that material science and material frame of mind. അപ്പൊ ഇംഗ്ലീഷില് ബൈ ഹാർട്ട് എന്നൊരു വാക്ക് തന്നെ വന്നതിന് കാരണം ഹൃദയം വെച്ച് പഠിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ അത് സ്പോണ്ടേനിയസ് ആണ്. അതെ. ഇപ്പോൾ നമ്മൾ തലച്ചോറിനകത്ത് വെച്ചുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അത് വീണ്ടും അത് ഹൃദയ തരംഗത്തിലേക്ക് എടുത്താൽ ചിന്തിക്കേണ്ട, സ്പോണ്ടേനിയസ് വരുക. അത് ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ പിന്നെ പാരമ്പര്യത്തില് അച്ഛനമ്മമാരുടെയും ഗുരുക്കന്മാരുടെയും പാദത്തിൽ തൊട്ട് തൊഴുവാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയാം? ഇതൊക്കെ ആഴത്തിൽ പഠിക്കണം. അപ്പോഴേ
നമുക്ക് ഗുരുക്കന്മാർ എവിടെ എത്തിയെന്ന് മനസ്സിലാവും. എന്നിട്ട് വെള്ളക്കാരൻ പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന വിഡ്ഢികളെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. കാരണം അവന് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ ഇടയ്ക്ക് തന്നെ ഞാൻ 1-2 കാര്യങ്ങൾ പറയുമ്പോൾ ഉടനെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഈ ഗൂഗിളിൽ നോക്കുക, ഇത് ശരിയാണോ തെറ്റാണോ. ഗൂഗിളിൽ ഇടുന്ന എന്താണ്, ഇവൻ ഈ നോക്കുന്നവന്റെ വിചാരം ലോകത്തുള്ള സർവ്വതും ഈ ഗൂഗിളിൽ ഉണ്ടെന്നാണ്. ഗൂഗിളിൽ ഇടുന്ന എന്താ, അവർക്ക് യുക്തമായിട്ടുള്ളതും പിന്നെ അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ അവരതിനകത്ത് ഇടുള്ളൂ. അതുപോലും മനസ്സിലാക്കാത്ത ഗൂഗിൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ എന്താണ് ഡിഗ്രി എടുത്ത ആശാന്മാരാണ് ഇതിനെ വിമർശിക്കാൻ വരുന്നത്. അതുകൊണ്ട് ഇവരെയൊക്കെ ഇഗ്നോർ ചെയ്യല്ല, നിവൃത്തിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഗുരുക്കന്മാരുടെ പാദം തൊട്ട് വരുന്നു. ഈ കവളി മർമ്മം എന്നൊരു മർമ്മമുണ്ട്, കേട്ടിട്ടുണ്ട്? ഈ ഇതുപോലെ കവണി പോലെ ഇവിടെ സാധാരണ ടെൻഷനൊക്കെ വരുമ്പോ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറയും. പിന്നെ കളരിയില് ഈ കത്തി പിടിച്ചു വാങ്ങുന്ന മർമ്മം ഇതാണ്. എങ്ങനെ കുത്തിയാലും പിന്നെ കൃത്യമായിട്ട് ഒഴിഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഈ ഇവിടെ തട്ടും. തട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു പിടിക്കും. പിടിച്ചിട്ട് ഇവിടെ അമർത്തിക്കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇനി എത്ര ശക്തനെന്ന് പറഞ്ഞാലും ഇവിടെ അമർത്തി ആയി പോകും, തല പൊളിഞ്ഞു പോകും. ഇവിടെ ഇങ്ങനെ അമർത്തിയ ഇത് കവളി മർമ്മമാണ്. ഇത് കയ്യിലുണ്ട്, കാലിലുണ്ട്. കാലിലും തള്ളവിരലിന്റെയും 2 വിരലിന്റെ ഇടയ്ക്കുള്ള മർമ്മത്ത് കൃത്യമായിട്ട് മുനയുള്ള ഇത് വെച്ച് കുത്തി നോക്കി അപ്പൊ ബോധം കിടുവാണ്. ഈ പയറ്റിൽ തന്നെ പണ്ട് കളരിയിൽ അങ്ങനെയൊക്കെയല്ലേ, കളരിയിൽ ചെറിയ വടിയുണ്ട്. ഈ ചെറിയ വടി വെച്ച് ഇവൻ തറയിലെ ഉരുണ്ട് കളിച്ചാണ് കുറുവടി. അപ്പൊ അതിന്റെ എൻഡ് ഇത് കുറവായിരിക്കും. ഇൻ കേസ് വടിവാള് വെച്ച് വെട്ടുന്നവനായാലും ഇവൻ പതുക്കെ ഡാവിലങ്ങ് കാലിൽ വീഴുന്ന പോലെ തോന്നും. കുത്ത് കറക്റ്റ് അവിടെ കൊടുക്കും, താഴെ വെട്ടിയിട്ട വാഴ പോലെ വീഴും. അപ്പൊ അതുകൊണ്ട് ഇത് മർമ്മത്തിന്റെ ഇതിന്റെ പ്രത്യേകത, നമ്മൾ എന്താണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അപകടകരമായി, അതായത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോൾ ഇവിടെ എനർജി മാറും. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം 2 രീതിയിലാകും, അപകടം കൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും വരാം. ഒരു കുഞ്ഞ് ഇഴഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മയ്ക്കൊരു ആവേശം ഉണ്ടാകും. ആ സമയത്ത് ആ യുക്തിക്കപ്പുറമായിട്ടുള്ള ഒരു വികാരമാണ് അമ്മയിൽ. അമ്മ ചാടി കുഞ്ഞിനെയും കിടക്കും. ഇതുപോലെ ഈ കൃഷ്ണൻ മരിക്കുന്നത് ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ അമ്പ കൊണ്ടാ മരിക്കുന്നത്? ഇവിടെ. യഥാർത്ഥത്തില് ഇതിന്റെ മർമ്മശാസ്ത്രം എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഐദർ വിത്ത് അൺകണ്ടീഷണൽ ലവ് ഓർ ഡേഞ്ചറസ് സിറ്റുവേഷൻ, ഈ 2 സമയത്തും ഈ മർമ്മങ്ങൾ ആക്റ്റീവ് ആകും. അപ്പോ എന്റെ കുഞ്ഞ് എന്റെ അടുത്തേക്ക് വരുമ്പോ എന്റെ ഒരു പിതാവെന്ന ആ ഒരു ചിന്ത അത് അൺകണ്ടീഷണലാണ്. ഈ സമയത്ത് ആ പിന്നെ ഉപാധികളില്ലാത്ത സ്നേഹത്തോടെയാണ് ഞാൻ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നത്. ആ സമയത്ത് എന്റെ ഊർജ്ജ ശരീരം മാറും. ഈ കവളി മർമ്മങ്ങളിൽ എന്റെ പ്രാണൻ വന്ന് തങ്ങും. അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. ഭയങ്കര എനർജിയാണ്. ഇതെന്ന് പറഞ്ഞോടെങ്കിലും ഇപ്പൊ ഇവര് സോക്കോൾഡ് ആൾക്കാർ ഈ ഹഗ്ഗിങ്ങിന്റെ ഒരു സയൻസിനെ കുറിച്ച് ഇപ്പൊ പറയുന്നുണ്ട്. ഹഗ് ചെയ്യുമ്പോഴത്തേക്ക് ശരീരത്തിലുണ്ടാകുന്ന ഊർജ്ജ വ്യതിയാനങ്ങളെ കുറിച്ച്. ഇത് ഇപ്പൊ കുഞ്ഞടുത്ത് വരുമ്പോ എന്റെ പാദങ്ങളിൽ ഈ ഊർജ്ജം വന്ന് തള്ളി നിൽക്കും, വൈബ്രേഷൻ. ഇവൻ പാദത്തിൽ തൊട്ട് തൊഴുമ്പോ എന്റെ പ്രാണനാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. പിന്നെ ഡൗൺ ടു എർത്ത്, അവന്റെ അഹങ്കാരം ഇല്ലപ്പോ. ഞാനെന്ന ഭാവം വലിയൊരു തടസ്സമാണ്, മനസ്സിലായി? ആ തടസ്സമില്ലാതെ അച്ഛന്റെയോ അമ്മയുടെയോ. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ചെറിയ വാതിലുകളാണല്ലോ, തലകുമ്പിട്ട് കയറുക എന്ന് പറയുന്നത്. നമസ്കാരം. അപ്പൊ അവിടെ നമ്മൾ ഞാനെന്ന ഭാവം മാറ്റി വെക്കുമ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിലാണ് ഈ ചൈതന്യം കയറുന്നത്. അപ്പൊ ഒരു കുഞ്ഞ് വന്ന് പാദത്തിൽ തൊടുമ്പോ നന്നായി വരട്ടെ എന്ന് പറയുമ്പോ ഇവന്റെ കയ്യിൽ നിന്നും കാലിൽ നിന്നും ഇവന്റെ പ്രാണനാണ് ഈ കുഞ്ഞിലേക്ക് പോണത്. അവൻ ഡൗൺ ടു എർത്തായിട്ട് അഹങ്കാരം കളഞ്ഞു നിൽക്കുമ്പോ വിലയിടാൻ കഴിയാത്ത രീതിയിലുള്ള ഊർജം, സ്നേഹം, കരുതൽ, ആത്മബലം ഇതൊക്കെയാണ് കുട്ടിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവരോട് പൗരാണിക ഭാരതത്തിൽ പറയുന്നത് ഗുരുവിന്റെ അച്ഛൻ, അമ്മ, ഗുരു, ജ്യേഷ്ഠൻ ഇവരോടെല്ലാം ഉപാധിയില്ലാതെ പാദത്തിൽ തൊട്ട് തൊഴാൻ പറയുന്നത്. അപ്പൊ ഇവൻ ശക്തനുമാണ്, സൗമ്യനുമാണ്, ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. അപ്പോൾ അഹങ്കാരമുള്ളവന്റെ കയ്യിൽ ആയുധം കിട്ടിയുള്ള അവസ്ഥ എന്തായാലും അപകടമാണ്. അഹങ്കാരമില്ലാത്ത സൗമ്യനായ ശുദ്ധഗതിക്ക മനസ്സുള്ള അനുസരണശീലമുള്ളവരുടെ കയ്യിൽ ആയുധം കിട്ടിയാലോ അതെപ്പോഴും സുരക്ഷിതമായി. ഇതാണ് പണ്ട് രാജാക്കന്മാർക്കെല്ലാം ഒരു രാജഗുരു ഉണ്ടായിരുന്നു.
ഗുരുവിന് പ്രത്യേകിച്ച് പിന്നെ വ്യക്തിപരമായിട്ടൊരു കാര്യമില്ല. പക്ഷേ രാജാവ് എന്ത് ചെയ്യണമെന്ന് ഗുരു നിർദ്ദേശിച്ചു. അതെ. അർജുനൻ ഇവൻ ഇന്ദ്രനെ പോലും തടയാൻ ശേഷിയുള്ള പിന്നെ ആയുധബലമുള്ള അഭ്യാസബലമുള്ളവൻ. പക്ഷേ കൃഷ്ണൻ പറയുന്നതിനപ്പുറം അല്ലെങ്കിൽ ധർമ്മപുത്രർ പറയുന്നതിനപ്പുറം ഒന്നുമില്ല അവന്. അനുസരണാശീലം. ആ അനുസരണാശീലം ഇല്ലാത്തത് കൊണ്ടാണ് ഏകലവ്യനെ വിരൽ മുറിച്ചു മേടിച്ചത്. അപ്പൊ ഇങ്ങനെ നമ്മൾ കഥകൾക്കകത്തുള്ള ആശയങ്ങളെ അറിയുമ്പോഴാണ് ഈ ഗുരുക്കന്മാർ ഏത് ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചു ഇരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്.